ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്നാക്കായിട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചൊവ്വരിയും ബനാനയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിലോട്ടുള്ള ബനാന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ കുക്കറിൽ 2 വിസിലടിച്ചിട്ട് എടുത്തതാണ് ചൊവ്വരി. കുക്കറിലിട്ടാൽ നമുക്ക് സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ കഴിയും. നമ്മൾ അടുപ്പത്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ 500 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അര എടുത്തുകൊണ്ടാണ് ഞാനിവിടെ പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൊവ്വരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഇതിങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3 ഏലക്കായും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിതിലോട്ട് ബാക്കി വന്നിട്ടുള്ള പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് ഇതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ചേർത്ത് കൊടുക്കണേ. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ടൊന്നും വേവിച്ചെടുക്കരുത്, പഴം ആകെ കൊഴിഞ്ഞു പോകും. എന്നിട്ടിത് ഒരു 1/4 മണിക്കൂറൊന്ന് ചൂടാറി തണുക്കാൻ വെക്കണം. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇത് കഴിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.